ഡോ ഇതൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയാ, വലിയ ബഡ്ജറ്റൊന്നുമില്ല. താൻ ചെറിയ മട്ടത്തിലൊന്ന് ചെയ്തു തന്നാ മതി. എന്നാലും കലാവതി മേഡത്തിന്റെ പരിപാടി അങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ നടത്താൻ പറ്റുമോ? ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം കൂടി 25,000 രൂപയ്ക്ക് നിൽക്കണം. മേഡം, ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ നൂലുകെട്ട് വരെ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ആൾക്കാർ നടത്തുന്നത്. അപ്പോഴാ മേഡത്തിന്റെ ഈ ബർത്ത്ഡേ പാർട്ടി വെറും തുക്കട ചെലവിൽ നടത്തുന്നത്. എന്താ മേഡം ഇങ്ങനെ? ഡോ ഇത് ഞാൻ സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാ, അതിന്റെ ബഡ്ജറ്റ് എന്തായാലും തനിക്കെന്താ? എനിക്കൊരു കുഴപ്പമില്ല. അവസാനം പരിപാടി കളറായില്ലെങ്കിൽ മാഡം എന്നെ കുറ്റം പറയരുത്, അത്രേ ഉള്ളൂ. ആരും ആരെയും ഒരു കുറ്റവും പറയാൻ പോകുന്നില്ല. താനേ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ആ ശരി മേഡം, ഓക്കെ. ആ പിന്നെ ദാനം കൊടുക്കുന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കുന്നു. മൂക്കറ്റം കടത്തി നിന്നോണ്ടാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് അവനറിയില്ലല്ലോ. ചേച്ചി, ചേച്ചി, അമൃതയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഈ പാർട്ടി വേറിട്ട പൊളിയായിരിക്കും ഇല്ലേ? നോക്ക്, ചേച്ചി ഇതിന് മാച്ച് ചെയ്യുന്നൊരു സാരി ആയിരിക്കും കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ആ താലി കൂടെ എടുത്താലോ? എന്തിന്? ഇനിയിപ്പോ ചേച്ചിയുടെ പ്ലാൻ പ്രകാരം അവിടെ വെച്ച് എന്റെ അമൃതയുടെയും താലി കെട്ടുകൂടെ നടത്താൻ പറ്റിയാലോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ടെ വൈകുന്നേരം കൊണ്ടുവന്ന് കല ഉടക്കല്ലേ മഹി. ഞാൻ ചേച്ചിയോട് ഒരു അഭിപ്രായം ചോദിച്ചല്ലേ? എല്ലാം നല്ലതാ, പക്ഷേ ഓരോ കാര്യങ്ങളും അത് പ്രയോഗിക്കേണ്ട സമയത്ത് വേണം പ്രയോഗിക്കാൻ. നീ ഇപ്പൊ ഈ പാർട്ടി വെയർ വിട്ട് രാജാപ്പാട്ട് വേഷം കെട്ടി കയ്യില് താലിയും പിടിച്ച് അമൃതയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നാ ആളുകൾ എന്തു പറയും? എന്തു പറയും? നിനക്ക് വെറും വട്ടല്ല മുഴുവട്ടാണെന്ന് പറയും. ചേച്ചി, എന്നെ വട്ടാന്ന് മാത്രം വിളിക്കരുത്, അത് മാത്രം ഞാൻ സഹിക്കില്ല. നിന്റെ ഈ പ്രവൃത്തി കണ്ട പിന്നെ ഞാൻ എന്തു പറയണം? ആ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നത് അവളെ കെട്ടാൻ തയ്യാറെടുത്ത് നടക്കുന്ന അഭിമന്യുവിനെ ഞാൻ കൊടുക്കുന്നൊരു പണിയാ. ഓഹോ, അപ്പൊ അവനും കാണുമല്ലേ? ചേച്ചി അവനെ ക്ഷണിക്കാൻ പോകണം. നീ ഇങ്ങനെ അറുക്കുന്നതിന് മുമ്പ് പെടക്കാതെ മഹി. എന്റെ ചേച്ചി കാശ് മുടക്കി നടത്തുന്ന ഒരു പരിപാടിക്ക് എന്തിനാ ദ്രോഹി വിളിക്കണം? എടാ, അവനിട്ടൊരു പണി കൊടുക്കണമെങ്കിൽ അവൻ ആ പരിപാടിക്ക് വന്നല്ലേ പറ്റൂ. ഞാൻ സ്പോൺസർ ചെയ്ത പരിപാടിയാണെന്നറിഞ്ഞാ അവൻ മറ്റാര് വിളിച്ചാലും വരില്ല. അതുകൊണ്ടാ അഭിമന്യുവിനെ ഞാൻ തന്നെ ക്ഷണിക്കാൻ തീരുമാനിച്ചത്. നീയേ ഈ ഡ്രസ് ഇട്ട് വന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണ്ട. ഒരു സാധാരണ ഡ്രസ് ഇട്ട് നല്ല മര്യാദ രാമനായിട്ട് വേണം അവിടേക്ക് വരാൻ. എന്തിന്? വളരെ സിമ്പിളായൊരു ഡ്രസ് ഇട്ട് വന്ന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാന പ്രിയനായി ബർത്ത്ഡേ പാർട്ടി കൂടി അമൃതയുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക്. ഓക്കെ, എല്ലാം ചേച്ചി പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം. പക്ഷേ ഒടുവിൽ അമൃത എനിക്ക് കിട്ടണം. അതിനുവേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്, മനസ്സിലാക്ക്. മനസ്സിലായി. ആട്ടെ, ബർത്ത്ഡേ ദിവസം അഭിമന്യുവിന് ചേച്ചി കൊടുക്കാൻ പോണ പണി എന്താന്ന് പറഞ്ഞില്ലല്ലോ? കാണാൻ പോകുന്ന പൂരം എന്തിനാ കേട്ടറിയുന്നത്? പിന്നെ കതിന ഒന്നിൽ നിന്ന് കത്തിപ്പടർന്ന് പൊട്ടിത്തുടങ്ങുമ്പോ നേരിട്ട് കണ്ടതങ്ങ് ആസ്വദിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.